നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ വാങ്ങുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മൾ വാങ്ങുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വാങ്ങിയാൽ പോരാ, ഈ ഒരു ഡിവൈസിനെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ടാസ്ക്കാണ്. പ്രൊട്ടക്ഷൻ പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനും സ്റ്റൈലും ഒരേപോലെ കീപ്പ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നെതർലാൻഡ് ബേസ്ഡ് കമ്പനിയായിട്ടുള്ള Mujjo Leather കേസസ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, കഴിഞ്ഞ വർഷം iPhone 12 സീരീസ് ലോഞ്ച് ചെയ്തപ്പം നമ്മൾ ഈ ഒരു കേസ് Mujjo കേസസിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്തതാണ്. അന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കിയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ആപ്പിൾ 13 സീരീസിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കേസസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലാക്കിൽ നിന്ന് തുടങ്ങാം, ബാക്കി എല്ലാം തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അറ്റൻഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ അവർ ഈ ഒരു പാക്കിങ്ങിൽ പോലും കൊടുക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ മനസ്സിലാകും ഈ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ലെതർ വാളറ്റ് കേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ Mujjo എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമുക്കിത് ഏത് ഡിവൈസിനുള്ള ഫോർ iPhone 13 Pro എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസിൻ്റെ ഒരു ഇമേജും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സൈസിൽ നോക്കുവാണെങ്കിൽ Mujjo എന്നുള്ള ബ്രാൻഡിങ്ങും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഏറ്റവും ബാക്കിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് റിവ്യൂസ്, ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫോബ്സിൻ്റെയും കൾട്ട് ഓഫ് മാക്കിൻ്റെയും റിവ്യൂസാണ് ഹൈലൈറ്റഡ്. ഇനി ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് സൈഡിൽ ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ബട്ടൺ പ്ലേസ്മെൻറ്റ്, അതേപോലെ തന്നെ സ്പീക്കർ ഗ്രിൽസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നടുക്ക് നമുക്ക് ഇതിൻ്റെ കളർ ലോ കീ ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലൈഡിങ് ചെയ്ത് കഴിയുമ്പം, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കേസ് കാണാൻ സാധിക്കും. ഇവിടെ സൈഡിലും വീണ്ടും കുറച്ച് റിവ്യൂസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെയ്ഡ് വിത്ത് ഹൈ ക്വാളിറ്റി ഫുൾ ഗ്രെയിൻ വെജിറ്റബിൾ ടാൻഡ് ലെതറാണ് ദാറ്റ് ഏജ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇറ്റ്സ് ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതായത് ഈ ഒരു ലെതർ കേസ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ടാൻഡ് ലെതർ കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ എവറിഡേ ലൈഫിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉള്ള വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു ലെതറിൽ കാണാൻ സാധിക്കും. ഇനി കേസ് എടുക്കുമ്പോൾ ഇതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫീല് നല്ലൊരു ഫീലാണ് നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ. അതിനകത്ത് ഒരു വെള്ള കാർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സർട്ടിഫിക്കേഷനാണ്, സർട്ടിഫിക്കേഷൻ ഓഫ് ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കേസ് ഒത്തൻറ്റിക് Mujjo കേസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. അത് ഇതുപോലുള്ള ബ്രാൻഡഡ് പ്രോഡക്റ്റുകളിലൂടെ ഈ ഒരു ബ്രാൻഡ്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് നമുക്കിവിടെ വെക്കാം. ഇനി ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇതൊരു വാളറ്റ് കേസാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ ഫിനിഷ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ലെതറാണ്, വെജിറ്റബിൾ ടാൻ ലെതറാണ്. ഈ വാളറ്റ് കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം iPhone 12 സീരീസ് മുതൽ നമുക്കറിയാം മാക്സേഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ആപ്പിൾ തന്നെ ഒരു വാളറ്റ്, മാക്സേഫ് വാളറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മാക്സേഫ് വാളറ്റ് അല്ല, ഇതിനകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന വാളറ്റാണ്. ഇതിലെ പ്രത്യേകത നമുക്ക് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ കാർഡ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ് ടു എനിക്ക് തോന്നുന്ന ഒരു 2 കാർഡ് അല്ലെങ്കിൽ 3 കാർഡ്, ഇത്രയും കാർഡ്സ് നമുക്ക് ഒരൊറ്റ കേസിൽ, ഇതുപോലുള്ള കേസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ പോലും ആളുകൾ ക്യാഷായിട്ട് പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. മിക്കവരും തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് അവർ ക്യാരി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കാർഡ് എല്ലായിടത്തും സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പേ അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ഡിജിറ്റലായിട്ടാണ് മണി ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ്. ഞാൻ iPhone 13 Pro വാങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കേസ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി ഡ്രൈവർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു Mujjo ലെതർ കേസാണ്. ഈ ഒരു കേസിൻ്റെ കളർ ചേഞ്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മളുടെ iPhone 12 Mujjo കേസ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ പാക്കേജിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു കേസുകൾ തമ്മിലുള്ള കളർ ഡിഫറൻസ് എന്ന് പറയുന്നത്. 13 Pro കേസ് വാങ്ങിയപ്പം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചപ്പം ഇതുപോലെയായിരുന്നു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ എത്രത്തോളം വ്യത്യാസം നമുക്ക് ഈ ഒരു കളറിൽ വന്നേക്കുന്നത് മനസ്സിലാകും. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് എഡ്ജസ് ഒക്കെ കാണാം, അതിൻ്റെ കളറിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ലെതർ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സൈഡിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊലി പോകുന്ന പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാകും. പക്ഷേ ഇത് ആക്ച്വലി തൊലി പോകുന്നതല്ല, ആ ഒരു കളർ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ആ ലെതറിൻ്റെ ഫിനിഷിൽ ചേഞ്ച് വരുന്നതാണ്. അതൊരു യുണീക്കായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. എല്ലാ ലെതർ കേസിനും ഇങ്ങനെ തന്നെയാണ്. അതിപ്പം ആപ്പിളിൻ്റെ ലെതർ കേസ് ആണെങ്കിലും ഇതാണെങ്കിലും നൊമാഡിനാണെങ്കിലും എല്ലാ ലെതർ കേസുകളും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് സ്റ്റൈലിഷാണ്. അതേപോലെ തന്നെ ബിൽ ക്വാളിറ്റി വൈസ് വളരെ റെഗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. നിങ്ങൾക്കിവിടെ ഇതൊന്ന് ബെൻഡ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം, അധികം ബെൻഡൊന്നും ആകുന്നില്ല. അതേപോലെ തന്നെ ഇത് ഫ്ലെക്സിബിളും അല്ല,
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ലെതർ ആണെങ്കിലും നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഡിവൈസ് സ്ലിപ്പാവും എന്ന് വിചാരിക്കുകയോ വേണ്ട. സ്ലിപ്പാകത്തില്ല. വളരെ ഹോൾഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നമ്മുടെ ഡിവൈസിന് ഒരു പോറലോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മൈക്രോ ഫൈബർ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ സേഫാണ്. അതേപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഈ ഒരു കേസിനകത്ത് നമുക്ക് മൂജോ എന്ന് പറയുന്ന ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം സൈഡ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വെളിയിൽ നിന്ന് വരുന്ന ലെതർ തന്നെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തേക്കുവാണ്. ആ ലെതർ ഫിനിഷ് തന്നെയാണ് നമുക്ക് ഈ സൈഡ് വൈസിലും ഇതിനകത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസൽസ് സ്ക്രാച്ച് ആവും എന്നുള്ള പേടിയും വേണ്ട. പക്ഷേ ഇതിലൊരു ഡൗൺ സൈഡ് എന്ന് എനിക്ക് തോന്നിയത്, ഇതുവരെ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു കേസ് ഇട്ടിട്ട് ഇതുവരെ ഈ ഫോൺ താഴെ പോയിട്ടില്ല. കാരണം അത്രയും കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഈ ഒരു കേസ് ഇട്ട് താഴെ പോയാൽ അതൊരു എഡ്ജ് കുത്തിയാണ് വീഴുന്നെങ്കിൽ നമ്മളുടെ എഡ്ജ് ക്രാക്ക് ആവുമോ ഡെൻ്റ് ആവുമോ ഒന്നും പേടിക്കേണ്ട. കാരണം ഈ എഡ്ജസ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും. ഞാൻ എത്ര ബെൻഡ് ചെയ്യാൻ നോക്കിയിട്ടും ബെൻഡൊന്നും ആകുന്നില്ല. വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയേനെ. കാരണം വൈബ്രേഷൻ അത് ഒഴിച്ച് നിർത്തിയാൽ വേറെ ഒരു കുഴപ്പമില്ല. ഈ ഒരു എഡ്ജസിൽ അല്ലെങ്കിൽ ടോപ്പിലോ സൈഡ്സിലോ നമുക്ക് വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യാൻ മിനിമൈസ് ചെയ്യാനുള്ള ഒരു ഇമ്പാക്ട് പ്രൊട്ടക്ടറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നീട് എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു കേസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ ലഭിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. ഈ ഫോൺ ഞാനിവിടെ ESRൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് താഴെ തന്നെ, അതായത് ഇതിൻ്റെ എഡ്ജസ് പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ലഭിക്കും. ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു കേസിൻ്റെ സെയിം ലെവലിൽ ഏകദേശം സെയിം ലെവലിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. കാരണം ഞാൻ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചുകൊണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്ലൈറ്റ്ലി ഈ കേസ് തള്ളിയാണ്, അതായത് സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടറിൽ നിന്ന് കുറച്ചും കൂടെ തള്ളിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാം, ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടാണ് താഴെ വീഴുന്നെങ്കിൽ പോലും പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ കളർ എന്ന് പറയുന്നത് മൊണാക്കോ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. നമുക്ക് നിലവിൽ iPhone 13 സീരീസിൽ 3 കളേഴ്സാണ് അവൈലബിൾ. ഒന്ന് ബ്ലാക്ക്, ടാന്, ഈ ഒരു പറഞ്ഞ മൊണാക്കോ ബ്ലൂ. ഈ 3 കളേഴ്സിലും നിങ്ങൾക്ക് കേസുകൾ അവൈലബിൾ ആണ്. പക്ഷേ iPhone 12 സീരീസിലേക്ക് വരുമ്പം അല്ലെങ്കിൽ 12 ലൈനപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു ഗ്രീൻ കളറും കൂടെ അഡീഷണലി അവൈലബിൾ ആണ്. പക്ഷേ അത് 13 സീരീസിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇതാണ് ഇതിൻ്റെ മൊണാക്കോ ബ്ലൂ എന്ന് പറയുന്ന കളർ. വളരെ രസകരമായിട്ടുള്ളൊരു കളറാണ്. ഒരു സ്റ്റാൻഡ് അലോൺ കളർ തന്നെയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ 3 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു 13 ലൈനപ്പിലെ കേസസ് അവൈലബിൾ ആയിരിക്കുന്നത്. മൊണാക്കോ ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ടാൻ. അപ്പം ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറിൻ്റെ കോഡും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോഡും കൂടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ആസ് യൂഷ്വൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലെതർ കേസ് തന്നെയാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ആപ്പിളിൻ്റെ ലോഗോ ഇല്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വാളറ്റ് കേസും അവൈലബിൾ ആണ്, വാളറ്റ് ഇല്ലാത്ത കേസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം ഞാൻ ആദ്യം മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഇതൊരു നെതർലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആമസോണിലൊന്നും വാങ്ങാൻ സാധിക്കത്തില്ല. ഇവരുടെ സൈറ്റിൽ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.